നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം അത്തം നക്ഷത്രത്തെക്കുറിച്ചാണ്. അത്തം നക്ഷത്രക്കാരുടെ 2026 വർഷ ഫെബ്രുവരി 14 മുതൽ 28 വരെയുള്ള ദിവസങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കാൻ സാധ്യതയുള്ളതെന്നും ഈ കാര്യങ്ങളിൽ എന്തൊക്കെ കഴിച്ച് മുന്നോട്ട് പോകണമെന്നുമാണ് നമ്മളിവിടെ പറയുന്നത്. ഗുണങ്ങളെ ദോഷങ്ങളെ ഒക്കെ തിരിച്ച് കാണുവാനും അതിനുവേണ്ടി പ്രത്യേകം ഒന്ന് തയ്യാറെടുക്കുവാനും നിങ്ങൾക്ക് ഈ വീഡിയോ സഹായകരമാകുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ സമയത്ത് നിങ്ങൾ സാമ്പത്തിക കാര്യങ്ങളിലൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ചില അബദ്ധങ്ങളിലേക്കൊക്കെ ചെന്ന് ചാടുവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. മറ്റുള്ളവരുടെ വാക്ക് വിശ്വസിച്ച് നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത പദ്ധതികളിലൊന്നും കൊണ്ടുചെന്ന് നിക്ഷേപം അരുത്. എല്ലാത്തിനും വ്യക്തമായിട്ടുള്ള രേഖകളൊക്കെ നിങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ചുരുക്കി പറഞ്ഞാല് ഈ 28 വരെ വലിയ സാമ്പത്തിക ഇടപാടുകൾക്ക് പോകാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് നമ്മളുടെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ ഭൂമി ക്രയവിക്രയങ്ങള്, വാഹനങ്ങളും വാങ്ങുന്നതും വിൽക്കുന്നതും, അതുപോലെ തന്നെ നാൽക്കാലികളെ വാങ്ങുന്നതും വിൽക്കുന്നതും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. നഷ്ടമുണ്ടാവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. വളരെ ശ്രദ്ധിച്ച് ചെയ്താൽ ഇത് ഒഴിവാകാവുന്നതേ ഉള്ളൂ. എങ്കിലും ഒന്ന് മുന്നോട്ട് നീക്കി വെക്കാൻ കഴിയുമെങ്കിൽ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഏത് ഈശ്വരനെയാണോ പ്രാർത്ഥിക്കുന്നത് ആ ഈശ്വരനിൽ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോവുക. ഗണപതി ഭഗവാന് നാളികേരം ഉടച്ചിട്ട് ഓരോ നല്ല കാര്യങ്ങളും ചെയ്യുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾ പ്രതീക്ഷയോടെ ഇരിക്കുന്ന ചില കാര്യങ്ങളിലൊക്കെ കാലതാമസം നേരിടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ലഭിക്കാതെ പോകുന്ന ഒരു സംഭവ വികാസമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അത് പിന്നീട് ലഭിക്കുമെങ്കിലും നിങ്ങൾക്ക് ഒരു ചെറിയ മനോവിഷമത്തിനൊക്കെ ഇടയാക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. കൂടാതെ സ്ഥാനഭ്രംശമൊക്കെ സംഭവിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. നിങ്ങളിപ്പോ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഇരിക്കുകയാണെങ്കിൽ അവിടെ നിന്നൊക്കെ ഒന്ന് മാറേണ്ട ഒരു അവസ്ഥയൊക്കെ വരുന്നുണ്ട്. കൂടാതെ യാത്രകളൊക്കെ വേണ്ടി വരുന്നുണ്ട്. യാത്രകളിലെ ക്ലേശങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. യാത്രകൾ നടത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ പണവും മറ്റു രേഖകളും ഒക്കെ കളവ് പോകാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. യാത്രകൾ ഒഴിവാക്കാൻ പാടില്ല. മുൻപോട്ടുള്ള ജീവിതത്തിനായിട്ട് ഈ യാത്രയൊക്കെ അനിവാര്യമാണ് താനും. നിങ്ങൾ കൂടാതെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം. ആരോഗ്യനിലയിൽ സ്വല്പം വ്യതിയാനങ്ങളൊക്കെ വരുന്ന ഒരു സമയമാണ്. കൃത്യമായിട്ട് മരുന്നുകളൊക്കെ കഴിക്കുന്നവർ അത് മുടങ്ങാതെ കഴിക്കുവാൻ ശ്രമിക്കുക. ആരോഗ്യം നന്നായിട്ട് പരിപാലിക്കേണ്ട ഒരു സമയമാണ്. ചില വീഴ്ചകളൊക്കെ ഉണ്ടാവാനും ചതവുകളൊക്കെ ഉണ്ടാവാനുമുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. മറ്റുള്ളവരുടെ ശത്രുതയ്ക്ക് പാത്രമാകാതിരിക്കുക. ചില കാര്യങ്ങള് നിങ്ങൾ മറ്റുള്ളവർക്ക് ദോഷമൊന്നും വരില്ല എന്ന് കരുതി ചെയ്യുന്നത്, നിങ്ങളുടെ ശുദ്ധ മനസ്സോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ദോഷമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് പ്രവർത്തിക്കുന്നതിന് മുമ്പ് 2-3 വട്ടം ഒന്ന് ആലോചിക്കുക. വാഗ്വാദങ്ങളിൽ നിന്നൊക്കെ നിങ്ങളൊന്ന് വിട്ടുനിൽക്കണം. നിങ്ങൾ ചുമ്മാ എന്തെങ്കിലും പറയുന്നതൊക്കെ വലിയ ഒരു പിണക്കത്തിലേക്കും അല്ലെങ്കിൽ വലിയൊരു തർക്കത്തിലേക്കും ഒക്കെ കൊണ്ടുചെന്ന് എത്തിക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുന്നതാണ്. നിങ്ങൾ ചുരുക്കി പറഞ്ഞാൽ വളരെ ഉണർവോടുകൂടി പ്രവർത്തിക്കേണ്ട സമയമാണ്. ഈ ഉണർവോടുകൂടി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ കാര്യങ്ങളും വരുമ്പോൾ അതിനെ വളരെ നിരീക്ഷണ ബുദ്ധിയോടുകൂടി സമീപിക്കുകയും ഇതെന്താണ് ഇങ്ങനെ വന്നതെന്ന് പഠിക്കുകയും അതിനുശേഷം മാത്രം പ്രതികരിക്കുകയും ചെയ്യുക. ചാടിക്കേറി പ്രതികരിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കേണ്ട ഒരു സമയമാണ്. ദുരിത അനുഭവങ്ങളൊക്കെ ചിലത് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് എല്ലാത്തിനും ഒന്ന് കരുതിയിരിക്കുക. നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും കരുതിയിരിക്കണം. ഇല്ല എങ്കിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളെ തേടിയെത്തുന്നതാണ്. വിവാഹമാകാതിരുന്നവരുടെ വിവാഹത്തിലൊക്കെ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ വരുന്നതാണ്. ഇച്ചിരിയുടെ ഒന്ന് മുൻപോട്ട് നീങ്ങി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. വിവാഹം ഉറപ്പിച്ചിരിക്കുന്നവരൊക്കെ ഒരു കലഹത്തിനൊക്കെ ഒരു സാധ്യതയുണ്ട്. പ്രണയിനികൾ തമ്മിൽ കലഹിക്കാനൊക്കെയുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതെല്ലാം വാക്കുകളിൽ നിന്ന് വരുന്ന ചില അബദ്ധങ്ങൾ മൂലമാണ്. അതുകൊണ്ട് വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ദമ്പതിമാർ തമ്മിൽ പിണക്കമുണ്ടാകാനും സന്താനങ്ങൾ തമ്മിൽ പിണക്കമുണ്ടാകാനും ഒക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാല് അത്തം നക്ഷത്രക്കാര് വളരെ ശ്രദ്ധിച്ചു പോകേണ്ട ഒരു 14 ദിവസമാണ് ഇനിയും വരുന്നത്. പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. നിങ്ങൾ ഏത് ദൈവത്തിലാണോ പ്രാർത്ഥിക്കുന്നത് ആ ദൈവത്തിൽ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിയും ഉണർവും ഒക്കെ ലഭിക്കുന്നതാണ്. കാര്യങ്ങളെ വേർതിരിച്ചറിയാനും വിവേചന ബുദ്ധിയോടെ പ്രവർത്തിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരാൾക്കെങ്കിലും അന്നദാനം നടത്താൻ കഴിയുമെങ്കിൽ അതും കൂടി നടത്തുക.
അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് അത്തം നക്ഷത്രക്കാര് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചില്ല എങ്കിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾക്ക് മേലെ പ്രശ്നങ്ങളാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.